Hi friends, അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിനുള്ള അബ്കാരി ആക്ടിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് MCQs ഫോർ ദി അബ്കാരി ആക്ട്. അപ്പോൾ അബ്കാരി ആക്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 5-6 മാർക്ക് കിട്ടും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മെയിൻ കണ്ടന്റ് ഓഫ് സെക്ഷൻ 30A ഓഫ് അബ്കാരി ആക്ട്? A. Power of Abkari and police officer to search houses etc. without warrant. B. Abkari officers to have similar power of police officer for the purpose of investigation of offences. C. Power to enter and inspect place of manufacture and sale. D. Power to arrest and seize contraband liquor. അപ്പോൾ സെക്ഷൻ 30A ഓഫ് അബ്കാരി ആക്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഉത്തരം ഡി ആണ്, പവർ ടു അറസ്റ്റ് ആൻഡ് സീസ് കോൺട്രാബാൻഡ് ലിക്വർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കും കേട്ടോ, സെക്ഷൻ 30A ഓഫ് അബ്കാരി ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ: സ്പെസിഫൈ ദി സെക്ഷൻ അണ്ടർ വിച്ച് അബ്കാരി ഷോപ്സ് ക്യാൻ ബി ക്ലോസ്ഡ് ഫോർ ദ സേക്ക് ഓഫ് പബ്ലിക് പീസ് ബൈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 50 of Abkari Act, section 26 of Abkari Act, section 54 of Abkari Act, section 54A of Abkari Act. So answer is section 54. അപ്പോൾ സെക്ഷൻ 54 വെച്ചിട്ടാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അബ്കാരി ഷോപ്സ് അടച്ച് ചെയ്യാം, പബ്ലിക് പീസിന് വേണ്ടി അടയ്ക്കാൻ ആയിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്. അടുത്തത്: who is the authority empowered for the sale of toddy shops? Excise Commissioner, District Collector, Deputy Commissioner of Excise, Assistant Excise Commissioner. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോഡി ഷോപ്പിൻ്റെ സെയിലിനെ അതോറിറ്റി എംപവർ ചെയ്യുന്ന ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണ് കേട്ടോ, ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. What is the rate of penalty imposed on the quantity of spirits that could have been produced from excess wastage of molasses on transit? അപ്പോൾ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിനാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റിൽ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്പിരിറ്റ് ആണ്, അയ്യപ്പനും കോശിലുള്ള പോലെ എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്പിരിറ്റ് ആണ് ആവശ്യം? ₹16 per proof liter പെനാൽറ്റി വരുന്നതാണ്. ₹25.73 per proof liter, ₹15.50 per proof liter. 16 രൂപ പെർ പ്രൂഫ് ലിറ്ററിനാണ് ഫൈൻ വരുന്നത് കേട്ടോ, പെനാൽറ്റി ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. As per the section dash of Abkari Act, the Abkari officer shall have the same powers of investigation which the police officer has under the CRPC for the purpose of investigation. Very important. Section 13, section 30A, section 15(1) and section 30. സോ ഏതാണ്? സെക്ഷൻ 30A. അതേ പ്രകാരമാണ് പോലീസ് ഓഫീസറിൻ്റെ അതേ പവർ നമ്മുടെ അബ്കാരി ഓഫീസറിനും ഉള്ളത്, സെക്ഷൻ 30 ക്ലോസ് A. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ: സെക്ഷൻ 53A ക്ലോസ് 2 of Abkari Act stipulates the authorized officer to prepare an inventory of the properties to be disposed, follow the procedures of pre-trial disposal of properties, obtain prior permission of the court for disposal, prepare the photography of the properties to be disposed. അപ്പോൾ അതറൈസ്ഡ് ഓഫീസറിന് എന്തിനാണ് പവർ കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇൻവെൻട്രി ഉണ്ടാക്കണം. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻവെൻട്രി തയ്യാറാക്കാനാണ് ഓതറൈസ്ഡ് ഓഫീസറിന് 53A ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്ഷൻ 36 ഓഫ് അബ്കാരി ആക്ട് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് എന്താണ് ചോദിക്കുന്നത്? ഹൗ അറസ്റ്റ് ടു ബി മെയ്ഡ്, ഹൗ സെർച്ച് ടു ബി മെയ്ഡ്, ഹൗ സീഷർ ഓഫ് കോൺട്രാബാൻഡ്സ് ഈസ് ടു ബി മെയ്ഡ്, none of the notice. How search to be made, വളരെ important. Section 36. Authorized officer under section 67B of Abkari Act is ആരാണ്? Abkari officer authorized for compounding, Abkari officer authorized for confiscating, Abkari officer authorized for prosecution and none of the above. Confiscation, പിടിച്ചെടുക്കുന്നതിൻ്റെ പവറാണ് സെക്ഷൻ 67B പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ, ഈ സെക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. Which section of Abkari Act empowered the disposal of Tondi articles before the trial? 51, 50A, 53A, 67B. അപ്പോൾ തൊണ്ടി ആർട്ടിക്കിളിൻ്റെ ഡിസ്പോസലിനെ പറ്റി പറയുന്നത് ഏതാണ്? 53A ആണ്. ഓക്കെ, ട്രയലിന് മുന്നേ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്നത് 53A-യിലാണ്. As per section dash of Abkari Act, foreign liquors include all liquor other than the country liquor. 3 clause 13, 3 clause 6, 3 clause 10, 3 clause 14, 3 clause 13, 1-3. ഫോറിൻ ലിക്വർ എന്ന് പറയുമ്പോൾ അതർ ദാൻ കൺട്രി ലിക്വർ അല്ലെങ്കിൽ ലോക്കൽ ലിക്വർ. 3 clause 13. ഓക്കെ,
സോ ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ PDF ഞാൻ ഇട്ടേക്കാം. എനിവേ ക്ലാസ്സസ് കാണുക. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.